വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. തൃപ്പൂണിത്തുറയിൽ പടക്കശാലയിൽ സ്ഫോടനത്തിൽ ഒരു മരണം. മരിച്ചത് തിരുവനന്തപുരം സ്വദേശി വിഷ്ണു. 4 പേരുടെ നില ഗുരുതരം. നിരവധി പേർക്ക് പരിക്ക്. പൊട്ടിത്തെറിച്ചത് പുതിയകാവ് ക്ഷേത്രോത്സവത്തിനെത്തിച്ച പടക്കം. പടക്കശാല പ്രവർത്തിച്ചത് അനുമതിയില്ലാതെ. പടക്കം സംഭരിച്ചത് നിയമവിരുദ്ധമായെന്ന് ജില്ലാ കളക്ടർ. ക്ഷേത്ര ഭാരവാഹികൾ പോലീസ് കസ്റ്റഡിയിൽ. സ്ഫോടനത്തിൽ 50ഓളം വീടുകൾക്ക് നാശം. കേസ് എടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. വയനാട് പടമലയിലെ ആളെക്കൊല്ലിക്കാട്ടാനയെ പിടികൂടാൻ ശ്രമം തുടരുന്നു. ആന തുടർച്ചയായി സ്ഥാനം മാറുന്നത് പ്രതിസന്ധി. കുങ്കിയാനകളടക്കമുള്ള ദൌത്യസംഘം ആനയ്ക്ക് പിന്നാലെ. കാട്ടാന ആക്രമണത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി 15-ന് വയനാട്ടിലുള്ള ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു. വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിലെ പ്രതിപക്ഷ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതിയില്ല. എക്സാലോജിക്കിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് SFIക്ക് കർണാടക ഹൈക്കോടതി നിർദ്ദേശം. ഹർജിയിൽ വിധി പറയും വരെ നടപടി പാടില്ല. CMRL ഇടപാടുകൾ ദുരൂഹമെന്ന് SFI അന്വേഷണം നല്ലതെന്ന് KSIDCയോട് ഹൈക്കോടതി. വിദേശ സർവകലാശാല വിഷയത്തിൽ പുനരാലോചനയ്ക്ക് CPM. വിഷയം പോളിറ്റ് ബ്യൂറോയ്ക്ക് വിടാൻ തീരുമാനം. നീക്കം CPI എതിർപ്പ് അറിയിച്ചതിന് പിന്നാലെ. നടപ്പാക്കുമെന്നല്ല, പരിശോധിക്കുമെന്നാണ് പറഞ്ഞതെന്ന് MV ഗോവിന്ദൻ. മസാല ബോണ്ട് കേസിലെ തോമസ് ഐസക്കിന്റെ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. സമൻസ് നീട്ടണമെന്ന ആവശ്യം പരിഗണിച്ചില്ല. ഹാജരാകുന്നതിൽ ഐസക്കിന് തീരുമാനമെടുക്കാമെന്ന് കോടതി. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ K ബാബുവിന് തിരിച്ചടി. M സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി തള്ളി.